ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് നായകനായി വന്ന ആവേശം എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. സിനിമയിൽ വന്നിട്ടുള്ള കൊച്ചു കൊച്ചു കണ്ടന്റിൻ്റെയും മിസ്റ്റേക്സുകളും ചില ടെക്നിക്കൽ മിസ്റ്റേക്സുകളും ചില ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ മിസ്റ്റേക്കുകൾ പറയുന്നതുകൊണ്ട് സിനിമ മോശമാണെന്നൊന്നും ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. കൂടാതെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയിൽ അമ്പാൻ രംഗന്റെ ഫ്ലാഷ് ബാക്കുകൾ പറയുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒരിക്കൽ 30 ഗുണ്ടകൾ അണ്ണന്റെ മുന്നിൽ വന്ന് നിന്നുവെന്നും അവരുടെ പുറകിലായി ഗുണ്ടകളുടെ നേതാവ് നിന്നുവെന്നും അണ്ണൻ എല്ലാവരെയും ഇടിച്ചിട്ട് അവരുടെ തലയിൽ കൂടി ചവിട്ടി ചാടി ചെന്ന് ഗുണ്ടകളുടെ നേതാവിനെ കുത്തി കൊന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഈ സമയം അമ്പാൻ പറയുന്നത് 30 ഗുണ്ടകൾ വന്നു നിന്നുവെന്നാണ്. എന്നാൽ ആ സീനിൽ നമ്മളെ കാണിക്കുന്നത് ഏകദേശം 50-60 ഗുണ്ടകൾ ആ നേതാവിന്റെ മുന്നിലായി നിൽക്കുന്നതായിട്ടാണ്. സോ അമ്പാൻ കണക്കുകളിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ സീനിൽ ഇവരുടെ മുന്നിലായി രംഗൻ നിൽക്കുന്നതായി കാണിക്കുന്ന സമയം രംഗന്റെ പുറകിലായി കുറെ ക്യാനുകളും ബോക്സുകളും എല്ലാം തീ പിടിച്ചു നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയം രംഗന്റെ പുറകിലായി നിൽക്കുന്ന ഈ ഒരു ചുവന്ന ക്യാനിൽ ഒരു ഷോട്ടിൽ തീ പിടിച്ചിരിക്കുന്നതായും അടുത്ത ഷോട്ടിൽ തീ പിടിച്ചിട്ടില്ല എന്നും തൊട്ടടുത്ത് വരുന്ന ഷോട്ടിൽ വീണ്ടും തീ പിടിച്ചിരിക്കുന്നതായും പിന്നീട് അത് തീ പിടിച്ചിട്ടില്ല എന്നും ഇങ്ങനെ മാറി മാറിയാണ് കാണിക്കുന്നത്. പിന്നീട് രംഗണ്ണൻ പറഞ്ഞതുപോലെ അമ്പാൻ ഈ കുട്ടികളെ ഗണ്ണ് കാണിക്കാനായി കൊണ്ടുവരികയും അമ്പാന്റെ കയ്യിലിരുന്ന് കൺട്രോൾ ഇല്ലാതെ ഈ ഗണ്ണ് പൊട്ടുകയും ചെയ്യുന്ന സമയം എല്ലാവരും പല ഭാഗത്തേക്കായി ഓടുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയം എല്ലാവരിൽ നിന്നും ഓപ്പോസിറ്റായി ഓടുന്ന ഈ രണ്ടുപേർ ഒരു ഷോട്ടിൽ അവിടെയുള്ള ഹമ്പും ചാടിക്കടന്ന് ഓടുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്തുള്ള ഷോട്ട് കാണിക്കുന്ന സമയം വീണ്ടും അവരാ ഹമ്പിന്റെ പുറകിൽ നിൽക്കുന്നതായും വീണ്ടും ഹമ്പ് ചാടിക്കടന്ന് ഓടുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ ഇതേ സമയം ആദ്യ ഷോട്ടിൽ ഈ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന രണ്ടുപേരും ഓടുന്നതായി കാണിച്ചിരുന്നു. എന്നാൽ മറുവശത്തുള്ള ഷോട്ട് കാണിക്കുന്ന സമയം വീണ്ടും അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്നതായും വീണ്ടും ഓടാൻ തുടങ്ങുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പിന്നീട് കുട്ടിയെ തല്ലാനായി രംഗനും അമ്പാനുമെല്ലാം കോളേജിലേക്ക് വരുന്ന സമയം ശാന്തനും അജുവും ബിവിയുമെല്ലാം ഇവരുടെ മുന്നിലായി നിൽക്കുന്ന സീനിൽ ശാന്തൻ ഓരോ ഷോട്ടിലും ഇവരുടെ രണ്ടുപേരുടെയും പുറകിലായും മുന്നിലായും മാറി മാറി വരുന്നതായി കാണാം. ഇവിടെ വെച്ച് കിടക്കുന്ന ഫൈറ്റിനിടയ്ക്ക് അമ്പാന്റെ ദേഹത്തേക്ക് കുറെ സാധനങ്ങൾ അവരെല്ലാം എറിയുകയും അമ്പാന്റെ ദേഹത്തേക്ക് എല്ലാവരും ചാടി വീഴുകയും അമ്പാൻ എല്ലാവരെയും ഇടിച്ചിടുകയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള സീനുണ്ട്. ഈ സമയം ആദ്യം ആ സാധനം അമ്പാന്റെ മുതുകിൽ തോളിന്റെ ഭാഗത്തായിട്ട് വന്ന് കൊള്ളുന്നതായിട്ട് വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് കൊണ്ടതിന്റെ വേദന അമ്പാന് കിട്ടുന്നത് തലയുടെ പുറകിലായിട്ടാണ്. അവിടെയാണ് അമ്പാൻ വേദന കൊണ്ട് തൊടുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഈ ഫൈറ്റിനിടയിൽ തന്നെ ഒരു ഹിന്ദിക്കാരൻ ഒരാളെ ചവിട്ടി എറിയുകയും അതുവഴി അയാൾ അവിടെയുള്ള 3-4 ഡ്രമ്മുകളിൽ ചെന്ന് ഇടിക്കുന്നതായും ആ വെള്ളം തെറിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഈ കാര്യം തന്നെ 2 ആംഗിളിൽ കാണിക്കുമ്പോൾ അയാൾ വന്നിടിച്ച് വെള്ളം തെറിക്കുന്നതായി കാണിക്കുന്നത് 2 ഷോട്ടിലും വ്യത്യസ്തമായി മാറി മാറി വന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഫൈറ്റ് നടക്കുമ്പോൾ ബിബിയുടെയും അജുവിന്റെയും എല്ലാം ആ പഴയ ഹോസ്റ്റലിന്റെ വാർഡൻ അങ്ങോട്ടേക്ക് വരികയും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുകയും ഒരാൾ സംഘടനം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം അയാൾ ചോദിക്കുന്നത് വ്യക്തമായി കാണിക്കുന്നുണ്ടെങ്കിലും സംഘടനം എന്ന് പറയുന്ന ആൾ തിരിഞ്ഞു വരുന്ന സമയത്ത് അയാളുടെ ലിപ് മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് കാണാം. ഒരുപക്ഷെ സംഘടനം എന്നുള്ള ആ വാക്ക് പിന്നീട് ഡബ് ചെയ്ത് കയറ്റിയതായിരിക്കാം. നേരത്തെ അമ്പാന്റെ തോളിന്റെ ഭാഗത്തായി ആ ഹെൽമറ്റോ വന്ന് കൊള്ളുന്നതായും അമ്പാൻ തലയിൽ കൈ വെക്കുന്നതായും തെറ്റായി കാണിച്ചതുപോലെ തന്നെ റെഡ്ഡിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അമ്പാന് മുതുകിലൊരു വെട്ട് കിട്ടുന്നതായും ഇതിന്റെ പൊസിഷൻ തന്നെ പിന്നീട് വരുന്ന ഷോട്ടുകളിൽ മാറി വരുന്നതായും കാണിക്കുന്നുണ്ട്. കൂടാതെ പിന്നീട് ഡംഷ്രാഡ് കളിക്കുന്ന സമയത്തും അമ്പാൻ ഈ മുറിവ് ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയവും ആദ്യം മുറിവേറ്റിട്ടുള്ള അതേ പൊസിഷനിലൊന്നുമല്ല അമ്പാൻ ഡ്രസ് ചെയ്തിരിക്കുന്നതെന്നും കാണാം. ഈ റെഡ്ഡിയുടെ ആളുകളുമായിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അമ്പാനും നഞ്ചപ്പയും എല്ലാവരും വണ്ടിയിൽ വന്ന് കയറുകയും ഇവർ രക്ഷപ്പെടാൻ നോക്കുകയും എന്നാൽ 2 ഹിന്ദിക്കാരിൽ ഒരാൾക്ക് അവിടെ കയറാൻ സാധിക്കാതെ വരികയും എല്ലാവരും കൂടിച്ചേർന്ന് അയാളെ ആക്രമിക്കുന്നതായും പെട്ടെന്ന് രംഗൻ തിരിച്ചു വന്നുകൊണ്ട് അയാളെയും വണ്ടിയിൽ പിടിച്ചിട്ടുകൊണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സമയം അവിടെ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരുടെ മിക്കവരുടെയും കയ്യിൽ വടിവാളും മറ്റും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും പിന്നീട് രംഗൻ അയാളെ വന്ന് രക്ഷിക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ ചുറ്റും കൂടിയെന്ന് വെട്ടിയിട്ടും അയാൾക്ക് അത്രയും വലിയ പരിക്കുകളൊന്നും കാണിക്കുന്നില്ല.
കാണിക്കുന്നില്ല. പകരം ഇടി കിട്ടിയതുപോലെയുള്ള കുറച്ച് ചതവുകൾ മാത്രമാണ് കാണിക്കുന്നത്. കൂടാതെ മുതുകിൽ ഒരു വെട്ട് കിട്ടിയിട്ടുള്ള അമ്പാൻ പോലും കുറെ അധികം ദിവസങ്ങൾ ആ മുറിവ് പുറത്തു കൊണ്ട് നടക്കുന്നതായി, അതിന്റെ ഡ്രസ്സിങ്ങും മറ്റുമായി നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ആളുകൾ വളഞ്ഞിട്ട് വെട്ടിയിട്ടും അർമാദം എന്ന സോങ്ങിൽ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് കടന്നു കളയുന്ന സമയത്തും അയാൾക്ക് അത്രയും വലിയ വെട്ട് കിട്ടിയതിന്റെ ഒന്നും യാതൊരു പരിക്കുകളോ ഡ്രസ് ചെയ്തിരിക്കുന്നതായിട്ടോ ഒന്നും തന്നെ കാണിക്കുന്നുമില്ല. സോ രംഗനെക്കാട്ടിലും വലിയ ടെററായിട്ടുള്ള ആളാണ് ഈ ജാക്കി എന്നായിരിക്കും ഇതിലൂടെ കാണിച്ചത്. ഡംഷ്രാഡ് കളിക്കുന്ന സമയം അവിടെയുള്ള രണ്ട് സ്ത്രീകളിൽ സാരി ഉടുത്ത സ്ത്രീ ഒരു സിനിമയുടെ പേര് കാണിക്കുന്ന സമയം പുറകിലിരിക്കുന്ന അൻപാൻ ഒരു ഷോട്ടിൽ അത് വളരെ പുച്ഛത്തോടെ കാണുന്നതായിട്ടും എന്നാൽ അടുത്ത ഷോട്ടിൽ അത് ചിരിച്ചുകൊണ്ട് കാണുന്നതായിട്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ മാറി മാറി വരുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പിന്നീട് രംഗനെ ഭയന്നുകൊണ്ട് അജുവും ബിബിയും ഒന്നും വീട്ടിലേക്ക് പോകാതെ വരികയും ഇവർ പഴയ ഹോസ്റ്റലിലെത്തി അവിടെ ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുകയും പെട്ടെന്ന് ശാന്തൻ കബഡി കളിയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കുകയും പഴയൊരു കൂട്ടുകാരൻ ഇവന് ഭ്രാന്താണ്ട, നമുക്ക് നാളെ പരീക്ഷയുണ്ട്, നമുക്ക് പഠിച്ചാൽ നമുക്ക് കൊള്ളാം എന്ന് പറയുകയും അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം അയാൾ പറയുന്നത് നമുക്ക് നാളെ പരീക്ഷയുണ്ട് എന്നാണ്. എന്നാൽ ഇതേ ദിവസം രാവിലെ തന്നെയാണ് പരീക്ഷ. എക്സാമിന്റെ ഡേറ്റ് അടുത്ത ആഴ്ചയോ മറ്റോ ആണെന്ന് കാണിക്കുന്നത്. പിന്നീട് എക്സാം 1-2 ആഴ്ചകൾക്ക് ശേഷമാണെന്നും കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഇവർ നാട്ടിലേക്ക് പോകാനായി ബാഗെല്ലാം റെഡിയാക്കുകയും പെട്ടെന്ന് ബിബി രംഗനെ കൊല്ലാനാണെങ്കിൽ നാട്ടിൽ വന്ന് കൊന്നുകൂടെ എന്ന് പറയുകയും അജുവും ശാന്തനും ബാഗെല്ലാം താഴേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ഒരു ഷോട്ടിൽ ശാന്തൻ ബാഗ് കട്ടിലേക്ക് ഇടുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത ഷോട്ടിൽ വീണ്ടും ആ ബാഗ് ശാന്തന്റെ തോളിൽ കിടക്കുന്നതായും വീണ്ടും അതിടുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നും കടന്നു കളയുന്ന കുട്ടികളെ തെരഞ്ഞുകൊണ്ട് രംഗനും അൻപാനും അവരുടെ ശത്രുക്കളെ എല്ലാം വന്ന് തല്ലുന്ന സമയം ഈ ഒരു സീനിലായി അവിടെയുള്ള പലരെയും നല്ല രീതിയിലൊന്നും ഇടിക്കുന്നില്ല, കൈകൊണ്ട് ജസ്റ്റ് തൊടുന്നത് പോലെ കാണിക്കുന്നുള്ളൂവെന്നും അതിനിടയിൽ ഒരാൾ ക്യാമറയിലേക്ക് നോക്കുന്നതായിട്ടും എല്ലാം കാണാം. പിന്നീട് സിനിമയുടെ അവസാനം ഈ 3 കുട്ടികളെ കൊല്ലാനായി രംഗൻ വീടിന്റെ അകത്തേക്ക് കയറുകയും രംഗന്റെ കൂട്ടാളികളെല്ലാം പുറത്തു നിൽക്കുകയും പെട്ടെന്ന് രംഗനിൽ നിന്ന് പേടിച്ചുകൊണ്ട് ഇവർ 3 പേരും പുറത്തേക്ക് ബാൽക്കണിയുടെ അവിടേക്ക് എത്തുകയും ഇവിടെ വന്നുകൊണ്ട് കൂട്ടാളികളെല്ലാം ഇവരെ കൊല്ലാനായി നോക്കുകയും എന്നാൽ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഇവർ കടന്ന് അകത്തുപോയി മുറി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയം ആ സ്ഥലമൊന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം തോൾപ്പൊക്കത്തിലാണ് പാരപ്പറ്റ് തുടങ്ങുന്നതെന്നും അവിടെയുള്ള ഹാൻഡ് റെയിലിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് എളുപ്പത്തിൽ കയറാമെന്നും കാണാൻ സാധിക്കും. എന്നിട്ടും ആരും അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്തതുപോലെ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും നടക്കാത്തതുപോലെയെല്ലാം അവരെ കിട്ടാത്തതുപോലെയെല്ലാമാണ് കാണിക്കുന്നത്. കൂടാതെ ഈ ഫൈറ്റിനിടയിൽ തന്നെ ഒരിക്കൽ രംഗൻ ഒരാളെ എടുത്തെറിയുകയും അവിടെ അടുക്കി വെച്ചിരുന്ന കുറെ കാറ്റാടി കമ്പുകളിലോ മറ്റോ വന്ന് അയാൾ വീഴുകയും ആ കമ്പെടുത്തുകൊണ്ട് രംഗൻ വണ്ടിയിലെത്തി അതിലേക്ക് പടർത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സമയം ആ കമ്പുകളെല്ലാം കുറച്ച് അവിടെയുള്ള ഭിത്തിയിലായിട്ടും കുറച്ച് ആ ബാൽക്കണിയുടെ പാരപ്പറ്റിൽ റെയിലിൽ തട്ടി നിൽക്കുന്നതായിട്ടുമാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇതിനു മുന്നേയുള്ള ഒരു ഷോട്ടിൽ അത് കാണിക്കുന്ന സമയം അതൊന്നും ആ റെയിലൊന്നും മുട്ടിയിട്ടല്ല ഇരിക്കുന്നത്, എല്ലാം തന്നെ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു എന്നും കാണാം. പിന്നീട് വരുന്ന ഷോട്ടുകളിലാണ് അതിൽ നിന്നും കുറച്ച് തനിയെ പാരപ്പറ്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതായി കാണിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.